ഹലോ, ഞാനിന്ന് ഒരു ഓംലെറ്റ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട വെച്ചുണ്ടാക്കിയ ഓംലെറ്റ്. 4 മുട്ട വേണം ഇതിന്. ഓംലെറ്റ് ഉണ്ടാക്കുമ്പം ഇതിലൊരു ചെറിയ 2 കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഉപ്പും കുരുമുളകും കൂടെ ചേർത്തിട്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. ഇനി കറിക്ക് ആദ്യം പെരിഞ്ചീരകവും ഒരു കുഞ്ഞു പട്ടയും 2 ഗ്രാമ്പും കൂടെ ഞാനൊന്നിങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ 2 പോട് വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അപ്പം പെരിഞ്ചീരകം, വെളുത്തുള്ളി, പിന്നെ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞതും 3 പച്ചമുളക് കീറിയതും 2 കരിവേപ്പിലയും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അരപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാലയും. പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2-3 ആദ്യമായിട്ട് കശുവണ്ടി പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. 4 മുട്ട പൊട്ടിച്ച് അതിൽ ഞാൻ ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും അരിഞ്ഞു വെച്ച 2 ചെറിയ ഉള്ളിയും കൂടെ നല്ലപോലെ ഇട്ട് അടിച്ചു വെച്ചിരിക്കുകയാണ്. 4 മുട്ട എടുത്തത് കൊണ്ട് 2ആയിട്ടാണ് ഇത് ഒഴിക്കുന്നത്. ആദ്യം ഒരു ഓംലെറ്റ് ഏകദേശം 2 മുട്ടയുടെ കട്ടിയായിട്ട് ഇതിലൊഴിച്ച് നമുക്ക് തിരിച്ചും മറിച്ചും എടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കും. രണ്ടാമത്തെ ഓംലെറ്റും ഞാനിതുപോലെ ചുരുട്ടി എടുക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ കഷ്ണങ്ങളായിട്ട് മുറിക്കും. ആദ്യം നമ്മൾ ഈ പാൻ വെച്ച് അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത്. ഏത് വെറും റിഫൈൻഡ് ഓയിലും വേണമെങ്കിൽ ഒഴിക്കാം. അതിലോട്ട് നമ്മൾ ആ പെരിഞ്ചീരകവും പട്ടയും 2 ഗ്രാമ്പും കൂടെ ചതച്ച് ആദ്യം ഇടും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇടുക. അതുമൊന്ന് തീ ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ചിരിക്കുക. ചെറു തീയിൽ ഇതൊക്കെ ഫ്രൈ ആകുന്നതാണ് നല്ലത്. ഇതൊരുമാതിരി ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് നമ്മൾ സബോളയും പച്ചമുളകും 2 കരിവേപ്പിലയും കൂടി ഇടുക. സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിടാം. അതുകൊണ്ട് ഉപ്പ് സൂക്ഷിച്ചിരുന്നാൽ നമ്മൾ എന്നിട്ട് ഓൾറെഡി നമ്മൾ ഓംലെറ്റിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം വളരെ കുറച്ചേ ഇടാവുള്ളൂ. ഇട്ടിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നിടാം. സവോളയൊക്കെ ഇപ്പം നല്ല മൂത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ പൊടികളെല്ലാം കൂടെ ഇത്തിരി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അത് ആണ് അടുത്തായിട്ട് ഇതിലോട്ട് പിടിക്കേണ്ടത്. അതുമൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റണം. അപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മൾ അരച്ചു തേങ്ങയും കാഷ്നട്ടും കൂടെ നല്ല പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മിക്സി കഴുകിയ വെള്ളവും എല്ലാം കൂടെ ഇതിലോട്ട് ഒഴിക്കും. അരപ്പ് മാറ്റി വെച്ചിരിക്കുക. ഇതൊന്ന് വെന്ത് കഴിഞ്ഞ് അരപ്പ് ചേർക്കത്തുള്ളൂ. അപ്പോൾ അരപ്പും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. ഈ സമയം നമുക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റ് ഇതിലോട്ട് എടുത്തിടാം. തീ അങ്ങ് കുറച്ചിട്ട് വേണം ഇടാൻ. നമുക്ക് കുറച്ച് കരിവേപ്പില ഇതിൻ്റെ മേളിലോട്ട് ഒഴിക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ അരപ്പില്ലാതെ തേങ്ങാപ്പാലിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇത് നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു കറിയാണ്. നല്ലൊരു ഫെസ്റ്റീവ് കറിയാണ് ശരിക്കും ഇത്. ചപ്പാത്തിക്കോ ബ്രെഡിനോ പൂരിക്കോ എന്തിനു വേണ്ടി കൂടി കഴിക്കാൻ. അപ്പോൾ എല്ലാവരും റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. പിന്നെ
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.